രൂപം കൊണ്ട നാൾ തന്നെ പയ്യന്നൂരിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ഇത്രത്തോളം വൈകാനിടയായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ എല്ലാം മുന്നിലുള്ള വിഷയങ്ങളുമാണ്. ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടി ശ്രീ എം.എൻ. രാഘവൻ, ശ്രീ എൻ.വി. ശങ്കരൻ, ശ്രീ അബ്ദുള്ള തുടങ്ങിയിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ സ്വമനസാലെ ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം നൽകുന്നതിന് വേണ്ടി തയ്യാറാവുകയും പയ്യന്നൂർ നഗരസഭയുടെ ആദ്യത്തെ കൗൺസിൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയുണ്ടായി. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുതായിട്ടെങ്കിലും ഇവിടെ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കാണുകയാണ്. നഗരസഭയുടെ ആദ്യത്തെ കൗൺസിൽ ശ്രീമതി എസ്. ജ്യോതി ചെയർമാനും ശ്രീ വി. നാരായണൻ വൈസ് ചെയർമാനുമായിരിക്കുമ്പോഴാണ് ഇതിൻ്റെ സ്ഥലം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. രണ്ടാമത് വീണ്ടും എസ്. ജ്യോതിയച്ചി തന്നെ ചെയർമാനായും ശ്രീ ടി. ഐ. മധുവേട്ടൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLA വൈസ് ചെയർമാനായും നഗരസഭയുടെ ഭരണസാന്നിധ്യം നിർവഹിക്കുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇതിൻ്റെ മണ്ണ് ഇട്ട് ലാൻഡ് ഫില്ലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നത്. ആ സമയത്താണ് ചില കോണുകളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും വിജിലൻസിൽ പരാതിയും ഒക്കെ പോകുന്ന നില ഉണ്ടായത്. അതിനെ തുടർന്ന് കുറേ നാളുകൾ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. പിന്നീട് GD മാഷ് ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ ആ കൗൺസിലിൻ്റെ അവസാന ഘട്ടത്തിലാണ് കോടതി ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അനുമതി തന്നത്. പിന്നീട് 2010 മുതൽ 2015 വരെയുള്ള കൗൺസിൽ, ആ കൗൺസിലിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ന് ഈ കാണുന്ന കനോപ്പി അടക്കമുള്ള ആദ്യഘട്ട പ്രവർത്തനം എന്നുള്ള നിലയിൽ 1,65,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡും ഈ കനോപ്പിയും നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയത്. ആ പ്രവൃത്തി ആ സന്ദർഭത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചു. നഗരസഭയുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം തുടർ പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി പറ്റാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കൗൺസിലിൻ്റെ അവസാനമാകുമ്പോഴേക്കും പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായിട്ടുള്ള സമാഹരണം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കടപ്പോയും വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അനുമതിക്ക് വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ഗവൺമെൻറ് അത് അനുവദിക്കുകയും തുടർന്ന് വായ്പ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നടപടിക്രമങ്ങൾ നഗരസഭ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കുടിക്കടവും ഒരു കൈവശ സർട്ടിഫിക്കറ്റും എല്ലാം ആക്കുന്നതിന് വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഇത് വീട് നൽകാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള പെരുമ്പാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് റീസർവേയുടെ ഭാഗമായിട്ട് അത് റവന്യൂ സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഫണ്ട് ഉപയോഗിച്ച് പ്രവൃത്തി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ DPCയുടെ അംഗീകാരവും നേടിയെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞത്. അതിനിടയിൽ തന്നെ ഈ നിർമ്മാണ പ്രവൃത്തി ടെൻഡർ നടപടികൾ സ്വീകരിക്കാതെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കോൺട്രാക്ടർ എന്നുള്ള നിലയിൽ ഏറ്റവും കോൺട്രാക്ട് വർക്കുകളിൽ ബഹുമാനപ്പെട്ട MLAയുടെ നല്ല ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞത്.
ഈ പ്രൊജക്ടിന്റെ പദ്ധതി വിശദീകരണം നടത്തുന്നത് നഗരസഭയുടെ സെക്രട്ടറി ശ്രീ MK പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒന്നാം ഘട്ട പ്രവർത്തനം ഈ കനോപ്പിയും ഇവിടത്തേക്കുള്ള റോഡിൻ്റെ പ്രവർത്തനവും നടന്നത് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശശി വട്ടക്കൊല്ല അവർകളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവൃത്തി ആദ്യഘട്ടം തുടങ്ങുന്ന സമയത്ത് വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ വി നാരായണൻ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും. കൗൺസിലർ ശ്രീ ഇക്ബാലിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള ശ്രീ പി സന്തോഷിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ ജയരാജ് അവരുടെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ എം രാമകൃഷ്ണൻ, ശ്രീ കെ ടി സഹദുള്ള, ശ്രീ പി ജയൻ, ശ്രീ പി വി ദാസൻ, ശ്രീ കെ ഹരികുമാർ ആളുകൾ ചേർത്തുകൊണ്ട് ഏവരെയും വളരെ ഹൃദയപൂർവ്വം അഭിപ്രായം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്തൊരു വകുപ്പുകൂടി എൻ്റെ തലയിൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ഇത് ഈ ബസ് സ്റ്റാൻഡ് സാധ്യതപ്രായമാവില്ല എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവർ ആഗ്രഹിച്ചിട്ടുള്ളവർ ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാ സത്യവും എല്ലാ സമയത്തും പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇത് എന്തായാലും ഈ ലക്ഷ്യം നേടിയേ പറ്റൂ എന്നുള്ള സുദൃഢമായിട്ടുള്ള തീരുമാനം പയ്യന്നൂർ നഗരസഭയുടെ കൂട്ടായിട്ടുള്ള തീരുമാനമാണ്. പല പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഞാനതിൻ്റെ രാഷ്ട്രീയമായിട്ടും മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ വിശാലമായിട്ടുള്ള സ്ഥലം ഇന്ന് അതിൻ്റെ ഇവിടെ ബസ് സ്റ്റാൻഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ദേശീയപാത കുറേ കൂടി നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമ്മളോട് ചേർന്നിട്ടാണ് പോയിരുന്നത്, ഇപ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ദീർഘദൂര ബസ്സുകൾ ഇങ്ങോട്ടേക്ക് വരിക, ജനങ്ങൾക്ക് ആ സൗകര്യങ്ങൾ കിട്ടുക എന്നതിനൊക്കെ പുതിയ വഴിയും സംവിധാനവും ഒരുക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പയ്യന്നൂരിൻ്റെ ഈ പട്ടണ വികസനം ഇന്നിപ്പോൾ ഒരു റിബൺ ബേസ്ഡ് വികസനമാണ് പയ്യന്നൂരിൽ. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു മെയിൻ റോഡിന് അപ്പുറത്തും ഇപ്പുറത്തുമായി പഴകിയതും പുതിയതുമായിട്ടുള്ള കെട്ടിടങ്ങളിൽ വ്യാപാര സംവിധാനങ്ങൾ പ്രവർത്തിച്ചു വരുന്ന ഒരർത്ഥത്തിൽ ട്രാഫിക്കായിട്ടായാലും മറ്റു രീതിയിലായാലും ഒരു തുറന്ന അന്തരീക്ഷത്തിൽ എല്ലാവർക്കും മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമൊക്കെ നിൽക്കുന്ന ഒരു പട്ടണമായിട്ടാണ് പയ്യന്നൂരിനെ പലരും കാണുന്നത്. മുൻപ് മലഞ്ചരക്ക് വ്യാപാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കേന്ദ്രമാണ് പയ്യന്നൂർ. ഇന്ന് ആ സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പയ്യന്നൂർ പട്ടണത്തിലേക്ക്, ടൗണിലേക്ക്, നഗരത്തിലേക്ക് ഉപഭോക്താക്കളായിട്ടുള്ളവർ കടന്നു വരുന്നതിൽ എല്ലാവർക്കും വാഹനങ്ങളൊരു കാലമാണ് ഈ കാലം. കുടുംബസമേതം വരാൻ ഒന്ന് ഈ പട്ടണമാകെ നടന്ന് അതിൻ്റെ എല്ലാ നല്ലതിനെയും ആസ്വദിച്ച് പോകാനൊക്കെ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു അന്തരീക്ഷം യഥാർത്ഥിതരായിട്ടുള്ള മുൻ നഗരസഭാ അധ്യക്ഷന്മാരൊക്കെ ഇരിക്കുന്ന ഈ വേദി തന്നെ അതിനുള്ളൊരു വഴിയാണ്. ശ്രീമതി ജ്യോതി ഇവിടെ ഇരിക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ ഇവിടെയുണ്ട്, വി നാരായണൻ ഇവിടെയുണ്ട്. മുൻകാലങ്ങളിലുള്ള നഗരസഭാ സാരഥികൾ ഇവിടെ ഇരിക്കുന്നു. 2 ഘട്ടങ്ങളിലായിട്ട് ഈ നഗരസഭയുടെ ചുമതല വഹിച്ചിട്ടുള്ള ശ്രീമതി KV ലളിത അവരുടെ ഈ ഒരു 2ാം ഘട്ടത്തിലാണ് ലക്ഷ്യം സാധ്യതമാവുന്ന നിലയിലുള്ള തലത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് ഇതിനെ ഫില്ല് ചെയ്തെടുത്താലാണല്ലോ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് വെറും ചതുപ്പ് നിലമായിരുന്നു എന്നുള്ളത് പയ്യന്നൂരിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇങ്ങോട്ടേക്കൊരു ബസ് സ്റ്റാൻഡ് അത് ചോദിച്ചിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. വീതിയേറിയിട്ടുള്ള റോഡും ഈ ഷെഡുമൊക്കെ പണിത് കഴിഞ്ഞപ്പോഴാണ് ചിലർക്കെങ്കിലും ഈ ലക്ഷ്യം നേടാൻ പറ്റുന്നതാണ് എന്നൊരു തോന്നലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെയുള്ള ഒരു തലത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ മണ്ണിട്ട് നികത്തി കുറേ മഴ പെയ്തു, കുറേ വെള്ളം ഒഴുകിപ്പോയി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് വിജിലൻസിലേക്ക് ഒരു പരാതി പോകുന്നത്. സമ്മതിക്കേണ്ടി വരുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിത്തുടങ്ങി. അതിനെ തുടർന്നാണ് പിന്നീട് ഇത് ബസ് സ്റ്റാൻഡാക്കി മാറ്റണമല്ലോ, അതിനുള്ള പ്രവൃത്തി മുനിസിപ്പാലിറ്റി ആരംഭിച്ചത്. വളരെ സങ്കീർണമായിട്ടുള്ള നിരവധി കടമ്പകളാണ് യഥാർത്ഥത്തിൽ
ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് MLA ആണ്. 1ാമത്തെ വർഷം തുടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് മുനിസിപ്പൽ ചെയർമാൻ, മുനിസിപ്പൽ ഭരണസമിതി അംഗങ്ങൾ, ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചു പോകാനുള്ള ഇടപെടലുകളുണ്ട്. USCCക്ക് ഇത് കൊടുക്കാൻ പാടില്ല, പറ്റും എന്ന് പറയുന്ന കാര്യം, അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഫീസിബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യം. ഇവിടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി വെച്ചതാണ്. ഒരു ഘട്ടത്തിൽ അയ്മനത്തോ മറ്റൊരു സ്റ്റേഡിയം നിർമ്മാണത്തിനിട്ട് ഇടയിൽ അത് പൊളിഞ്ഞു വീണപ്പോൾ കേരളത്തിലെ മുഴുവൻ സ്റ്റേഡിയം നിർമ്മാണവും നിർത്തിവെച്ചു. നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല ആ കാര്യം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റേഡിയം പൂർത്തീകരിക്കാത്തത്? തർക്ക പ്രയാസങ്ങളുണ്ടായി. ഇപ്പം അതിൻ്റെ പ്രാരംഭ നടപടികൾ പുതിയ ഏജൻസി ഏൽപ്പിച്ചു, കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഏജൻസി ഏൽപ്പിച്ച് അതിൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഈ ഏപ്രിൽ മാസത്തോടുകൂടി ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ തിയേറ്റർ സമുച്ചയം, ആ തിയേറ്റർ അധികം വൈകാതെ നമുക്ക് ഉപയുക്തമാവുന്ന രീതിയിൽ അത് സമൂഹത്തിന് സമർപ്പിക്കാൻ സാധിക്കും. ആ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുക. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പുലച്ചൊക്കെ വന്നാൽ കാണാം, നമുക്ക് കാഴ്ച. വൈകിട്ട് വന്നാൽ കാണാം. ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ ശാരീരിക ആവശ്യത്തിന്, വ്യായാമത്തിന് ഉപയോഗിക്കുന്ന റോഡും സൗകര്യമായിട്ട്, ഇതൊക്കെ വലിയ യോഗ, അതോടൊപ്പം തന്നെ മറ്റ് എക്സസൈസൊക്കെ എടുക്കുന്ന ഒരു വലിയ സെൻറ്റർ പോലെ പെട്ടെന്ന് ആരെങ്കിലും വന്ന് നോക്കിയാൽ ഇവിടെ വലിയ ഇങ്ങനൊരു സെൻറ്റർ ഉണ്ടോ എന്ന് തോന്നിപ്പോകും. മുനിസിപ്പാലിറ്റിയുടെ കാഴ്ചപ്പാടില്ലാത്ത പുതിയ കാര്യങ്ങളൊക്കെ നാട്ടുകാർ സ്വയം ഏറ്റെടുത്ത് നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പയ്യന്നൂർ നഗരസഭ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും വൈകാരികമായ അർത്ഥഭാവമുണ്ട്. ഐതിഹാസികമായ ചരിത്രത്തിൻ്റെ ഒരു പുണ്യഭൂമിയാണ് പയ്യന്നൂർ. ഓർക്കാനും ഓമനിക്കാനും ആദരിക്കാൻ കഴിയുന്ന ഉത്കൃഷ്ടമായ ദർശനങ്ങൾ, അതെല്ലാം ആധാരഭൂതമായ സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് പയ്യന്നൂരിൻ്റെ ചരിത്രഭൂമി. അതുകൊണ്ടാണ് പയ്യന്നൂരിന് കേരളത്തിലെ ഏത് കാലഘട്ടങ്ങളിലും പയ്യന്നൂർ എന്ന് പറയുമ്പോൾ അതിന് ഒരു സവിശേഷമായ സിംഹാസന ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ നഗരത്തിൽ നമ്മുടെ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തി അതിൽ ആരംഭിച്ചു. തനതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചു. അതിന് ഉണ്ടായ സാഹചര്യങ്ങളെ തന്നെ ബഹുമാനപ്പെട്ട MLAയും ചെയർപേഴ്സൺ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നു, ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് താങ്കളുടേതായ സമ്പൂർണമായ തനതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പരാശ്ചര്യമൊന്നുമില്ലാതെ തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രതിപക്ഷതയോടുകൂടി അതിന് കളമൊരുക്കിയ നഗരസഭ, അതിൻ്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ, ഉത്തരവാദപ്പെട്ടവർ, നാട്ടുകാർ, MLA ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. അവരെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ തീർച്ചയായും പോലെ നമ്മുടെ സൃഷ്ടിക്ക് വേണ്ടി യാത്ര നടത്തി സംസ്ഥാനത്തെ ലഭിച്ച നിർദ്ദേശം, അഭിപ്രായം ഉൾപ്പെടെ ഇതെല്ലാം സമാപിച്ചുകൊണ്ട് വികസനമുഖമായ പദ്ധതിക്ക് രൂപപ്പെടുത്തിയിരിക്കാൻ അത് സഹായം ലഭിക്കേണ്ടവരും സ്ഥാപനങ്ങളൊക്കെ തന്നെ വിമുഖത എത്ര കാണിച്ചാലും ശരി, സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കുന്ന ഏത് സാഹചര്യങ്ങളെയും ജനകീയ പിന്തുണയോടെ അതിജീവനത്തിന് കരുത്തുമായി മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് സന്നദ്ധമാക്കിയിട്ടുണ്ട്. അസന്നിഗ്ധമായി ബഹുമാന മുഖ്യമന്ത്രി പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയുകയും ജനങ്ങളോട് പറഞ്ഞ ലക്ഷ്യമാണ് കഴിയുകയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ മാതൃകാപരമായ സമയത്താണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ജാതിയില്ല, മതത്തിന്റെ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് സഹായിക്കുന്നില്ല. വികസനത്തിലേക്ക് ചരിത്രത്തിൽ ആദ്യമാണ് മുഖ്യമന്ത്രിയുടെ തലസ്ഥാനത്തെ ആസ്ഥാന സ്ഥാപനങ്ങളൊന്നും ഈ ഒന്നിലായ സംസാരിക്കുന്നതിലാണ്. നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ, നിങ്ങളെപ്പോലുള്ള അന്തരീക്ഷികൾ, നിങ്ങളെപ്പോലുള്ള സുരക്ഷിതരായ നാട്ടുകാർ എല്ലാവരുടെയും ഹൃദയപൂർവമായ പിന്തുണയും സഹായം കൊണ്ടാണ്
ഈ നേട്ടങ്ങൾ കഴിയുന്നത് ബിസിനസ്സിനെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളുടെ വിഭാഗം എവിടെയാണെങ്കിൽ നിയമസഭയിലൊക്കെ പോരാട്ടം നടത്തുന്ന ഒരു വിപ്ലവകാരിയാണ് നിന്നല്ലേ അതിൻ്റെ കാര്യം മുഖത്ത് നോക്കി പറയുകയല്ല, അത് തിരുവനന്തപുരം പോലെ അവതരിപ്പിക്കുകയും അത് നേരിട്ട് വരികയാണ്. ഞാൻ 9 തീയതികളിൽ കാര്യങ്ങളാണ് അദ്ദേഹം നേരിട്ട് വരുന്നത്. വാസ്തവത്തിൽ അവരുടെ പയ്യന്നൂരിൻ്റെ പ്രാധാന്യം ഓരോ ഘട്ടങ്ങളിലും വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഇത് ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി പയ്യന്നൂർ നഗരത്തിൻ്റെ ഈ വികസന മേഖലയിലും വികസനപരമായ പരിപാടികളിലും ശ്രദ്ധേയമായ രാഷ്ട്രാന ഭൂമിയായി ഈ മണ്ണിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് നിർവഹിക്കാൻ കഴിയുന്നത്, പശ്ചാത്തലമൊരുക്കാൻ കഴിയുന്നതാണ് നഗരസഭയും മുൻ നഗരസഭയുടെ ചുമതലക്കാരും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന MLA സുഗൻ ഉദ്ഘാടനം തുടങ്ങി നിരവധി സുഹൃത്തുക്കൾ സഹപ്രവർത്തകരുമുണ്ട്. അവിടെയൊക്കെ തന്നെ പങ്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ നമുക്കൊരു കൂട്ടായ്മയുമായി മുന്നോട്ട് പോകണം. അതിന് സാധ്യമാകുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ബജറ്റ് സമ്മേളനം വരാൻ പോവുകയാണ്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെത്തിയത്. വൈകുന്നേരത്തെ നാവിൽ പോവുകയാണ്. നാളെ വീണ്ടും നിയമസഭ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നിയമസഭയിൽ പോകുമ്പോൾ തന്നെ ഒരു ആവേശമുണ്ട്. കാരണം പള്ളികളിൽ വന്ന് പോകുമ്പോൾ അതിനും അറിയാതെയൊരു ആത്മാവേശം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇങ്ങനെപ്പോലൊരു സമയം. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന യാത്രയിൽ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കുക ഇതല്ല, നേരെ മറിച്ച് തുറന്ന മനസ്സോടുകൂടി അത്തരം സന്ദർഭങ്ങളെ സ്വാഗതം ചെയ്യാൻ പിന്തുണക്കാൻ കഴിയുന്ന ഉത്ബുദ്ധത തീർച്ചയായും പയ്യന്നൂരിൻ്റെ മണ്ണിലുണ്ട്. അതാണ് പയ്യന്നൂരിൻ്റെ സാംസ്കാരികത പ്രബുദ്ധതയുള്ളതാണ്. അത് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ഞങ്ങളിവിടെ സൂചിപ്പിച്ചുകൊണ്ട് പരിപാടി പുറപ്പെടാൻ സമയമായി എന്ന സൂചനകൾ നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പോകാനുള്ള ഒരു അനുവാദം നൽകണമെന്നാണ് വിനീതമായ ഈ പുതിയ ബസ് സ്റ്റാൻഡ് 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം പയ്യന്നൂർ നഗരസഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഒരു അഭിമാനജനമായ ഒരു തിരച്ചാർത്താണ്. അതിൽ കടമൊരുക്കിയ നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ, ഭാരവാഹികൾ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ വർത്തമാനകാലത്ത് ഈ മണ്ഡലത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ബഹുമാനായ MLA ടി മധുസൂദനൻ, കൃഷ്ണാട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മാതൃകാപരമായ പങ്കാളിത്തത്തോടുകൂടി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമ്മുടെ ശിലാഫലകത്തിന് അനാച്ഛാദനം ചെയ്തുകൊണ്ട് വിനയപുരസ്സരം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ആയിരാരോഗ്യം സന്തോഷം നിർദ്ദേശിക്കുന്ന നിരവധി സർക്കാർ സ്ഥാപനങ്ങളും വാണിജ്യ സമുച്ചയങ്ങളും സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ പട്ടണത്തിന് ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രതിദിനം എത്തിച്ചേരുന്നത്. ജനങ്ങൾ യാത്ര ചെയ്യുന്നതിന് കൂടുതലായും ആശ്രയിക്കുന്ന ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനും യാത്രക്കാരെ കയറ്റുന്നതിനും നിലവിലെ സംവിധാനം പര്യാപ്തമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി ശ്രീ നടുവിലെ വീട്ടിൽ ശങ്കരൻ, ശ്രീ MN രാഘവൻ എന്നിവരിൽ നിന്നും 3 ഏക്കർ 49 സെന്റ് സ്ഥലവും, ചാലിക്കണ്ടി പീടികയിൽ അബ്ദുള്ള എന്നിവരിൽ നിന്ന് 1 ഏക്കർ സ്ഥലവും, പുതിയ വീട്ടിൽ രമണി, ചിരിപ്പാടി വിനോദ് കുമാർ എന്നിവരിൽ നിന്ന് 1 ഏക്കർ സ്ഥലവും ചേർത്ത് ആകെ 5 ഏക്കർ 49 സെന്റ് സ്ഥലം 1997 നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടുകിട്ടുന്നത്. എന്നാൽ സാങ്കേതികവും സാമ്പത്തികവും നിയമപരവുമായ കാരണങ്ങളാൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉദ്ദേശിച്ച കാലയളവിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. 2015 മുതൽ 17 വരെയുള്ള കാലയളവിൽ 29,92,935 രൂപ ചെലവഴിച്ച് പദ്ധതി പ്രദേശത്ത് മണ്ണിട്ടുയർത്തി നിരപ്പാക്കുകയും 1,71,29,806 രൂപ ചെലവഴിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ കനോപ്പി, പ്ലാറ്റ്ഫോം എന്നിവയുടെ നിർമ്മാണവും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്.
പയ്യന്നൂർ ജനതയുടെ ചെറുകാല അഭിലാഷമായ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ പൂർത്തീകരിക്കുന്നതിന് നഗരസഭാ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിക്കുകയും 4.983 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് 10/11/2023 ചേർന്ന നഗരസഭാ കൗൺസിലിന്റെ യോഗം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിന് നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തിയുടെ നിർവഹണ ഏജൻസിയെ തിരഞ്ഞെടുക്കുന്നതിന് 4/1/2024 ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട സർക്കാരിന്റെ അനുമതി ലഭ്യമാക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുകയും ഉണ്ടായി. 27/2/2025 തീയതിയിൽ ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിക്കുകയും ചെയ്തു.